എല്ലാവർക്കും പ്രമ്യാസ് ഫുഡ് മെസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത് ഒരു സ്നാക്കാണ്. പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായി ചൂടായി വന്ന കടായിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ച സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാളയൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളിയും കട്ട് ചെയ്തെടുത്ത പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. മൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് വാടിക്കിട്ടും. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി തുറന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതിനുശേഷം തക്കാളിയും ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. ഇനി മൂടി തുറന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാരിനേറ്റ് ചെയ്ത കിങ് ഫിഷാണ്. നെയ്മീൻ, അയക്കുറ എന്നൊക്കെ പറയും. ഇത് നിങ്ങളുടെ കയ്യിൽ ഏത് മീനാണ് ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ കിങ് ഫിഷ് ആയിരുന്നു, അതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് വെന്ത് കിട്ടാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഉപ്പുപൊടിയും ഗരം മസാലപ്പൊടിയും പെരുംജീരകം പൊടിച്ചെടുത്തത്, വലിയ ജീരകം പൊടിച്ചെടുത്ത ഫെനിഗ്രീക്ക് പൗഡർ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്തെടുത്ത മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. മസാലയായിട്ട് ഞാനിതിലേക്ക് മാരിനേറ്റ് ചെയ്യുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പുപൊടി, പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നല്ല ഫ്ലേവർ ഉണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയും റവയുമാണ്. നിങ്ങൾക്ക് അധികം ക്രിസ്പി വേണ്ടാന്നുണ്ടെങ്കിൽ റവ ഒഴിവാക്കാം, അരിപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ച് കുഴച്ചെടുക്കണം. അങ്ങനെയാകുമ്പോഴാണ് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് നല്ല കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഇത് നല്ല ഡ്രൈ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ 1-2 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത് ഈ പരുവത്തിൽ കിട്ടണം. നമുക്കൊരു ബോൾസ് ആക്കിയിട്ട് കിട്ടണം. ഞാനിതിപ്പോൾ ഒരു ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് റൗണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല തിക്കായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണയൊന്നും കുടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ പൊട്ടിപ്പോകാതെ കിട്ടും. ഇതിപ്പോഴും റെഡി ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ തന്നെ എല്ലാം തയ്യാറാക്കി എടുക്കാം. ഞാനിതിപ്പോഴും മുഴുവനും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ചൂടായി വന്ന കടായിലേക്ക് കോക്കനട്ട് ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല സ്മെല്ലും ഫ്ലേവറും കിട്ടും. ഇത് ഞാൻ കുറച്ച് എണ്ണ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു ഭാഗം കുക്കായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ട് നമുക്കിതൊന്ന് മുരിഞ്ഞ് വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ഫിഷ് എന്നും കയ്യിലുള്ള സമയത്തൊക്കെ നമുക്കിങ്ങനെ തയ്യാറാക്കിയെടുക്കാം. ഒരു വെറൈറ്റി ആയിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. ഇത് ഫ്രഷ് ഫിഷ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിയും തക്കാളി ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം അതിൽ മസാലകളൊക്കെ ഇട്ട് കൊടുത്ത് പച്ചമണം മാറിയിട്ട് അതിലേക്ക് ക്ലീൻ ചെയ്തെടുത്ത ഫിഷ് ഇട്ട് കൊടുത്താലും മതി. ഇനി ഫിഷിന് പകരം വേണമെങ്കിൽ വെജ് വേണമെങ്കിൽ വെജും ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ കുറച്ച് സമയം മൊരിയിച്ചിട്ട് എടുക്കുന്നുണ്ട്. ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. റവ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഫിഷൊക്കെ ഉള്ള സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൽ അധികം ക്രിസ്പി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ റവ യൂസ് ചെയ്യാതെ ആവശ്യത്തിനുള്ള അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോഴും മുഴുവനായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.